നമസ്കാരം. 50 വർഷമായിട്ടും കേരളം മറക്കാത്ത ചില രസകരമായ അടിയന്തരാവസ്ഥ കഥകളാണിത്. CPI നേതാക്കളായ പന്ന്യൻ രവീന്ദ്രന്റെ മുടിയും കണിയാപുരം രാമചന്ദ്രന്റെ പ്രാസം വെച്ചുള്ള പ്രസംഗ ശൈലിയും മുസ്ലിം ലീഗ് നേതാവ് CH മുഹമ്മദ് കോയയുടെ ഇരുതല മൂർച്ചയുള്ള പ്രയോഗങ്ങളും ഇതിൽ നിറഞ്ഞു നിൽക്കുന്നു. അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ ഒന്നിൽ ഒരു ഈവനിംഗ് കോളേജിൽ CPI നേതാവും ഉജ്ജ്വല വാഗ്മിയുമായിരുന്ന കണിയാപുരം രാമചന്ദ്രൻ പ്രസംഗിക്കുകയാണ്. ഇത് രാത്രി പഠിക്കുന്നവരുടെ കോളേജാണ്. രാത്രിയിൽ നിങ്ങൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഇരുമ്പും കാന്തവും പോലെ പരസ്പരം ആകർഷിച്ചിരുന്ന് പഠിക്കുമ്പോൾ ലൈറ്റ് പോയാൽ എന്തു ചെയ്യും? ഇവിടെ എമർജൻസി ലൈറ്റ് ഉണ്ടോ? ഇല്ല. ഇവിടെ എമർജൻസിയെ ഉള്ളൂ. അടിയന്തരാവസ്ഥ കാലത്ത് AIYF കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു പന്ന്യൻ രവീന്ദ്രൻ. അതിന്റെ ഭാഗമായി ടൗണിലെ നിത്യ സാന്നിധ്യം. പുലിക്കോടൻ നാരായണനായിരുന്നു അന്നവിടെ സബ് ഇൻസ്പെക്ടർ. താനവിടെ ചാർജ് എടുത്തു എന്ന് നാട്ടുകാരെ അറിയിക്കാനായി മറ്റ് പല ഏമാന്മാരെയും പോലെ പുലിക്കോടനും ചില പൊടിക്കൈകൾ കാണിച്ചു. തലമുടി വളർത്തി നടന്നിരുന്ന ഹിപ്പികളെ കണ്ടാൽ പിടിച്ചുകൊണ്ടുപോയി മുടി മുറിപ്പിക്കും. പലരും പുലി ഇറങ്ങി എന്ന് പറഞ്ഞ് പുറത്തിറങ്ങാതായി. വഴങ്ങുകയല്ലാതെ പ്രതിഷേധിക്കാൻ വകയില്ല. അടിയന്തരാവസ്ഥയാണ്. പന്ന്യനിലെ യുവരക്തം ഉണർന്നു. മുടി വളർത്തുന്നത് ഒരാളുടെ അവകാശമാണ്. അതിനെ ചോദ്യം ചെയ്യാൻ പുലിക്കോടന് എന്തവകാശം? ഇത്തരം ചിന്തകൾ യുവസഖാവിനെ അലട്ടി. അങ്ങനെയാണ് പുലിക്കോടന്റെ ഭീഷണിക്കെതിരെ പന്ന്യൻ രവീന്ദ്രൻ മുടി വളർത്താൻ തുടങ്ങിയത്. 3 മാസം കൊണ്ട് മുടി നന്നായി നീണ്ടു വളർന്നു. പുലിക്കോടൻ പല തവണ പലയിടത്തായി പന്ന്യനെ തുറിച്ചു നോക്കി കടന്നുപോയി. എന്നാൽ പന്ന്യന്റെ മുടി മുറിപ്പിക്കാൻ അദ്ദേഹം മെനക്കെട്ടില്ല. അന്ന് പന്ന്യൻ രവീന്ദ്രനും ഒരു തീരുമാനമെടുത്തു. ഇനി എന്നെങ്കിലും എൻ്റെ മുടി മുറിക്കുന്നെങ്കിൽ അതൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കണം. പിന്നീട് പലവിധ സമരങ്ങളിൽ പങ്കെടുത്ത് പോലീസ് സ്റ്റേഷനിലും ജയിലിലുമൊക്കെ പോയെങ്കിലും പന്ന്യന്റെ മുടി ഒരു പോലീസുകാരനും മുറിച്ചില്ല. ഇന്ന് മുടിയില്ലാത്ത പന്ന്യനെ സ്വന്തം സഖാക്കൾക്ക് മാത്രമല്ല കേരളീയർക്കാർക്കും ഉൾക്കൊള്ളാനാവില്ലല്ലോ. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന ജനതാ പാർട്ടിയെ പിന്താങ്ങിയിരുന്ന CPIM ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ഊറ്റം കൊണ്ടപ്പോൾ CHന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: വടക്ക് ചില കക്ഷികൾ ജയിച്ചിട്ടുണ്ട്, അതിന് തെക്ക് വേറെ ചില കക്ഷികൾ ആഹ്ലാദിക്കുന്നു. പണ്ടൊരു മൂർഖൻ പാമ്പ് കടിച്ചു മരിച്ചയാളിന്റെ ശവം കൊണ്ടുപോകുമ്പോൾ അത് കണ്ട് ഞാഞ്ഞൂൽ പറഞ്ഞു, ഇങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാലെന്ന്. അതുപോലെ വടക്കുള്ള മൂർഖൻ പാമ്പുകളുടെ വിഷമുണ്ട് ഇവിടെയുള്ള ഞാഞ്ഞൂലുകൾക്കും എന്ന് അവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവരെയും ഇഴജന്തുക്കളുടെ കൂട്ടത്തിൽ ചേർത്തുകൊള്ളാം എന്ന് മാത്രമേ പറയാനുള്ളൂ.